അത്തരത്തിലുള്ള ഒന്നായിരുന്നു. BJPക്കൊപ്പം നിന്നില്ല എങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെയും ദീപിക പത്രത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കളയാം, വരുതിക്ക് കൊണ്ടുവന്ന് കളയാം എന്നുള്ള നിലപാട് കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്ന ഒന്നല്ല. അത് ജനാധിപത്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല. ദീപിക ഒരു കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ്. അവരവരുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം എപ്പോഴും നടത്താറുള്ള പത്രമാണ്. ഒരു പത്രമുത്തശ്ശിയാണ് ദീപിക. ആ ദീപിക പത്രത്തെ ആക്ഷേപിക്കുകയും ബിഷപ്പന്മാരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. അത് നിർഭാഗ്യകരമാണ്. BJP വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ക്രിസ്മസ് കാലത്ത് കേക്ക് കൊണ്ട് കൊടുക്കുകയും അല്ലാത്ത സമയത്ത് BJPയും സംഘപരിവാറും ചേർന്ന് ക്രൈസ്തവരെ ആക്രമിക്കുകയും ചെയ്യുന്ന നിത്യസംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിക്കളയാം എന്നുള്ള തെറ്റിദ്ധാരണ BJPക്ക് വേണ്ട. ഇത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നല്ല. കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം ഭീഷണികളെ ചെറുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാഞ്ഞിരപ്പള്ളി രൂപതയും പാലാ രൂപതയും ഒന്നും ആകാശത്തു നിന്ന് പൊട്ടി വീണതല്ല. അവർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാനും ഉള്ള ഉത്തരവാദിത്വമുള്ളവർ തന്നെയാണ്. അത് BJP ഭീഷണി കൊണ്ട് അവരെ വരുതിക്ക് നിർത്തിക്കളയാമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്രകാരം വോട്ട് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. അഭിപ്രായങ്ങൾ പറയുകയും വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് തങ്ങൾക്കെതിരാകുന്നു എന്ന് കണ്ടുകൊണ്ട് അവരെ നിലയ്ക്ക് നിർത്താനുള്ള നീക്കം ഉപേക്ഷിക്കുകയാണ് അവർക്ക് നല്ലത്. ജനാധിപത്യത്തിൽ അതായിരിക്കും ഗുണകരമായിട്ടുള്ളത് എന്നാണ് എനിക്ക് BJPയെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ തള്ളി പറയണം. BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി പാലാ രൂപതകളെ നിശിതമായി ദീപിക പത്രത്തെയും നിശിതമായി വിമർശിച്ചിട്ടുള്ളത്. അത് സാധാരണഗതി കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. സാധാരണഗതിയിൽ കേരളത്തിൽ അവർ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാനും വോട്ട് ചെയ്യാനും കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇവിടെ. ഇത് വടക്കേ ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രത്യേക രോഗമാണ്. ആ രോഗം കേരളത്തിൽ ദീപിക ദിനപത്രത്തിന് ഷോൺ ജോർജും PC ജോർജും ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ അടക്കം സംസാരിക്കുന്ന രമേശ് ചെന്നിത്തല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.